ഞാൻ ഈ മൂന്നാമതായിട്ട് പറയാൻ പോകുന്ന സ്ട്രാറ്റജി കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ എന്നെ അടിക്കുന്നുള്ളതാണ്. ഒന്നാമത്തെയും രണ്ടാമത്തെയും സ്ട്രാറ്റജിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്ന് ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് സ്ട്രാറ്റജീസ് ഫോളോ ചെയ്തതിൻ്റെ പേരിൽ എൻ്റെ ചാനലിൽ ഉണ്ടായ റിസൾട്ട് എന്നെ പോലും ഞെട്ടിക്കുന്നതായിരുന്നു. എൻ്റെ സബ്സ്ക്രൈബേഴ്സും വ്യൂസും വാച്ച് ഓവർ ഒറ്റയടിക്ക് കൂടിയെന്ന് തന്നെ പറയാം. 2 ദിവസം കൊണ്ട് 1K സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കൂടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇല്ല അല്ലേ? അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് ആദ്യം കണ്ടിട്ട് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയാം. ഒരു ബിഗിനർ ചാനൽ എന്നുള്ള രീതിയിൽ നോക്കുമ്പം 3000-ന് മേളിൽ മണിക്കൂറിൽ ഷോർട്സിനൊക്കെ വ്യൂസ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു വലിയ സംഭവമാണ്. നിങ്ങൾക്ക് ഈ ഗ്രാഫ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും വാച്ച് അവറിലും വ്യൂസിലും സബ്സ്ക്രൈബേഴ്സിലും വന്നിട്ടുള്ള ചേഞ്ച്. എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ഫെബ്രുവരിയിലാണ്. ഇപ്പം 4 മാസത്തോളമായി എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. എൻ്റെ ചാനലിലുണ്ടായ ഒരു ഗ്രോത്ത് ഈ ഗ്രാഫിൽ തന്നെ മനസ്സിലാവും. ഈ കഴിഞ്ഞ മന്തിൽ 1K എബോവ് സബ്സ്ക്രൈബേഴ്സാണ് എൻ്റെ ചാനലിൽ കൂടിയിട്ടുള്ളത്. അതും 2 ഡേയിലായിട്ടാണ് കൂടിയത്. അപ്പം ഞാൻ ചില സ്ട്രാറ്റജീസും കാര്യങ്ങളും ഫോളോ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഈ വാച്ച് അവറും വ്യൂസും സബ്സ്ക്രൈബേഴ്സും കൂടിയത്. ഈ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായിട്ട് ഞാൻ ഫോളോ ചെയ്ത സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഷോർട്സ് ചെയ്യുക. ഡെയിലി ഷോർട്സ് ചെയ്യുക. 2-3 ഷോർട്സ് ഡെയിലി ചെയ്യുക. വ്യൂവേഴ്സ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, വ്യൂസ് കയറുന്നുണ്ടെങ്കിലും കയറുന്നില്ലെങ്കിലും നിങ്ങൾ ഷോർട്സ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് മിനിമം ഒരു ഷോർട്സ് എങ്കിലും ഡെയിലി ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇപ്പം നിങ്ങൾക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കാണും, അവരെ കൂടെ പരിഗണിക്കുക. ഇനി പുതുതായിട്ട് ഉണ്ടാവാൻ പോകുന്ന സബ്സ്ക്രൈബേഴ്സിനെ മാത്രമല്ല, നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള സബ്സ്ക്രൈബേഴ്സ്, നിങ്ങളെ ചാനൽ കണ്ടിഷ്ടപ്പെട്ട് കുറേ പേര് കാണും. അവരായിരിക്കും നിങ്ങൾക്ക് സപ്പോർട്ട് തന്ന് കൂടെ ഉള്ളത്. അപ്പം അവരെ വിഷമിപ്പിക്കാതെ ഡെയിലി നിങ്ങൾ ഷോർട്സ് ചെയ്യുക. സബ്സ്ക്രൈബേഴ്സ് കൂടുന്നില്ലെന്നുണ്ടെങ്കിലും ഷോർട്സ് ചെയ്യുക. അപ്പം ഉള്ള സബ്സ്ക്രൈബേഴ്സ് സ്പാമായി ഒന്നും പോകത്തില്ല. 2-3 ഷോർട്സ് ചെയ്യുക. ഞാൻ എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 2-3 ഷോർട്സ് ഞാൻ ഡെയിലി ചെയ്യും. അതിനനുസരിച്ച് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കാര്യങ്ങൾ ഒക്കെ കൂടിയിട്ടുണ്ട്. രണ്ടാമതായിട്ടുള്ള സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഷോർട്സ് ഷെഡ്യൂൾ ചെയ്യുക. നിങ്ങളുടെ YT സ്റ്റുഡിയോ നിങ്ങൾക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ചാനലിൽ ഷോർട്സ് ഒക്കെ എപ്പോഴാണ് നല്ല രീതിയിൽ വ്യൂസ് കിട്ടുന്നതെന്ന് നിങ്ങൾക്ക് YT സ്റ്റുഡിയോ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പം അത് നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങളുടെ വ്യൂവേഴ്സ് എപ്പോഴാണ് നിങ്ങളുടെ വീഡിയോസ് കൂടുതലായിട്ട് വാച്ച് ചെയ്യുന്നതെന്ന് നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ച് ടൈം സെറ്റ് ചെയ്ത് അതിനനുസരിച്ച് നിങ്ങൾ ഷോർട്സ് ചെയ്യുക. അപ്പം എൻ്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതലായിട്ട് ഷോർട്സ് ചെയ്യുന്നത് 4:30, 7:30, 9 ഈ ഒരു സമയത്താണ്. ഇതിലേതെങ്കിലും ഒരു സമയത്തായിരിക്കും ഞാൻ ഇടുന്നത്. ഞാൻ കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് എൻ്റെ വ്യൂവേഴ്സൊക്കെ ചിലപ്പം ചെറിയ കുട്ടികളൊക്കെ ആയിരിക്കും. അപ്പം വെക്കേഷൻ ടൈം ആയിരുന്നതുകൊണ്ട് 4 മണി ഒക്കെ കഴിഞ്ഞ് ഇട്ടാലും എനിക്ക് സീനില്ലായിരുന്നു. ഇപ്പം സ്കൂൾ ടൈമൊക്കെ ആയതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ 4:30, 5 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇപ്പോൾ ഷോർട്സ് ഇടാറുള്ളൂ. ഞാൻ കഴിഞ്ഞ മാസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 4:30 ഒക്കെ കഴിയുമ്പോൾ ഞാൻ ഷോർട്സ് ചെയ്യാറുണ്ടായിരുന്നു. അതിനനുസരിച്ച് എൻ്റെ ഗ്രാഫ് നോക്കിയിട്ട് അതിനനുസരിച്ചായിരുന്നു ഞാൻ എൻ്റെ ഷോർട്സ് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പം ഗ്രാജുവലി തന്നെ ആ ഒരു ടൈം സെറ്റ് ചെയ്ത് അതിനനുസരിച്ചിട്ട് ഞാൻ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നു. അപ്പം തന്നെ അതിലും എനിക്ക് നല്ല രീതിയിൽ മാറ്റം ഉണ്ടായി. ഇനി മൂന്നാമതായിട്ടുള്ള സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ മൂന്നാമതായിട്ട് പറയാൻ പോകുന്ന സ്ട്രാറ്റജി കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ എന്നെ അടിക്കുന്നുള്ളതാണ്. ഒന്നാമത്തെയും രണ്ടാമത്തെയും സ്ട്രാറ്റജിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഇങ്ങനെ പറയുന്നതെന്ന്. ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞത് ഡെയിലി വീഡിയോ ചെയ്യുക, 2-3 വീഡിയോ ചെയ്യുക എന്നുള്ളതായിരുന്നു. രണ്ടാമത് പറഞ്ഞത് ടൈം സെറ്റ് ചെയ്ത് ആ ടൈമിനനുസരിച്ച് ഇടുക എന്നുള്ളതായിരുന്നു. എന്നാൽ ഈ മൂന്നാമത് ഞാൻ പറയാൻ പോകുന്നത് ഈ സമയത്ത് നിങ്ങൾ വീഡിയോ ഇടരുത് എന്നുള്ളതാണ്. അപ്പം ഏത് സമയത്താണ് വീഡിയോ ഇടാൻ പാടില്ലാത്തത്? ഏതെങ്കിലും ഒരു വീഡിയോ നല്ല രീതിയിൽ കയറുന്നുണ്ട്, 1 മണിക്കൂറിൽ 1000-ന് മേളിൽ വ്യൂസ് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സമയത്ത് ഷോർട്സ് ഇടാൻ പാടില്ല. അതായത് നിങ്ങൾ ഡെയിലി ഇടുന്ന ഷോർട്സ് ഇടുന്ന സമയം ആയിട്ടുണ്ടെങ്കിൽ പോലും ആ സമയത്ത് നിങ്ങൾ ഇടാൻ പാടില്ല. ആ ഇടാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് നിങ്ങൾ ആ കയറിക്കൊണ്ടിരിക്കുന്ന ആ വീഡിയോയ്ക്ക് നല്ല രീതിയിൽ ഇംപ്രഷൻ കൊടുത്ത് നല്ല രീതിയിൽ റെക്കമെൻഡേഷനിൽ പോകുന്നുണ്ടായിരിക്കും. അപ്പം നല്ല രീതിയിൽ റെക്കമെൻഡേഷനിൽ ഒരുപാട് പേരിൽ ഇപ്പോൾ ഒരു 10 പേര് കണ്ടു കഴിഞ്ഞാൽ 100 പേരിലേക്ക് യൂട്യൂബ് റെക്കമെൻഡേഷൻ കൊടുക്കും. ആ വീഡിയോ നല്ല രീതിയിൽ യൂട്യൂബ് പുഷ് ചെയ്ത് വ്യൂവേഴ്സ് നല്ല രീതിയിൽ കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കി നല്ല രീതിയിൽ യൂട്യൂബ് പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ആയിരിക്കും. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഡെയിലി ഇടുന്ന ടൈം ആയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന ആ വീഡിയോയുടെ ഇംപ്രഷൻ കുറയുകയും അതിനനുസരിച്ച് നിങ്ങൾ പുതുതായിട്ടിട്ട വീഡിയോയുടെ ഇംപ്രഷൻ യൂട്യൂബ് കൂട്ടുകയും ചെയ്യും. അപ്പം ഓടിക്കൊണ്ടിരിക്കുന്ന വീഡിയോ പെട്ടെന്ന് അവിടെ അങ്ങ് സ്ട്രക്ക് ആവും. നമ്മൾ പുതുതായിട്ടൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ 1 അവർ
യൂട്യൂബ് ചെക്ക് ചെയ്യും, ഇതിന് എത്ര വ്യൂവേഴ്സ് ഉണ്ട്, എത്ര ലൈക്ക് വരുന്നുണ്ട്, എത്ര കമന്റ് വരുന്നുണ്ട്. അതിനനുസരിച്ചിട്ടായിരിക്കും മറ്റുള്ളവരിലേക്ക് ഇനി എത്രത്തോളം ആ വീഡിയോ കയറി പോകണം എന്നുള്ളത് തന്നെ തീരുമാനിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം ഇട്ട വീഡിയോയുടെ അത്രയും കയറുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ 2 വീഡിയോയും പെട്ടെന്ന് തന്നെ സ്ട്രക്കായി പോവുകയും നിങ്ങളുടെ ചാനലിലെ വ്യൂസ് കാര്യങ്ങൾ കുറയുകയും ചെയ്യും. ഷോർട്സ് ഇടണ്ടെന്നല്ല, ഷോർട്സ് ഇടുന്നത് കുറച്ച് ലേറ്റ് ആക്കിയിട്ട് ഇടുക എന്നുള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കയറുക. ആ കയറിക്കൊണ്ടിരിക്കുന്ന വീഡിയോയ്ക്ക് നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളും ഒക്കെ കൂടുകയും ചെയ്യും. 4മതായിട്ടുള്ള സ്ട്രാറ്റജി എന്ന് പറയുന്നത് ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന വീഡിയോസ്, സോങ്സ് ഒക്കെ ഉപയോഗിച്ച് ഷോർട്സ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഷോർട്സും വീഡിയോസും ഒക്കെ ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓ ഇത് ഒരുപാട് പേര് ചെയ്തിട്ടുള്ളതല്ലേ, നമ്മളും എന്തിനാ ഇത് ചെയ്യുന്നതെന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല. ഈ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടെ ഓൺ ക്രിയേഷൻ എന്നുള്ള രീതിയിൽ പുതിയൊരു സാധനം സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഈ വീഡിയോ ചെല്ലും. അവർക്ക് എല്ലാവർക്കും ഈ റെക്കമെൻഡേഷനിൽ പോകും. അപ്പം കുറെ വ്യൂവേഴ്സ് നിങ്ങൾക്ക് കൂടുതൽ വരികയും സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കുറെ കൂടുകയും ചെയ്യും. 5മതായിട്ടുള്ള സ്ട്രാറ്റജി എന്ന് പറയുന്നത്, ഇപ്പം ഈ സ്ട്രാറ്റജി കേട്ട് കഴിഞ്ഞാൽ ഇത് വർക്കിംഗ് ആണോ എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷെ എനിക്കത് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഷോർട്സിൽ ഇതാ, നിങ്ങൾ ഈ ഷോർട്സ് കണ്ടോ, ലൈക്ക് ചെയ്യുമോ സബ്സ്ക്രൈബ് ചെയ്യുമോ എന്നുള്ളത് ചോദിച്ചുകൊണ്ടുള്ള ഒരു ഷോർട്സ് ആണ്. പക്ഷെ അത് കേൾക്കാൻ നല്ല രസമുണ്ട്. ഇത് ഒരുപാട് പേര് ചെയ്തിട്ടുള്ളതുമാണ്, ഞാനും അത് ചെയ്തു. പക്ഷെ ഇതിന് വന്ന ഔട്ട്പുട്ട് നിങ്ങൾ കണ്ടോ, എത്ര സബ്സ്ക്രൈബേഴ്സാണ് ഇത് കയറിയിട്ടുള്ളതെന്ന്. നമ്മുടെ കുറെ വ്യൂവേഴ്സിന് ഒരു കുഴപ്പമുണ്ട്, ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അവരെ ഓർമ്മിപ്പിച്ചാലേ അവർ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യത്തുള്ളൂ. അപ്പം അങ്ങനെയുള്ള വ്യൂവേഴ്സിനെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോയിലൂടെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പറയുക എന്നുള്ളതാണ്. അതിപ്പോൾ നിങ്ങൾ ലോങ് വീഡിയോയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, നമ്മുടെ ഈ ഷോർട്ട് വീഡിയോയുടെ കാര്യമാണ്. നമ്മുടെ യൂട്യൂബിന് ഒരു കുഴപ്പമുണ്ട്, ഈ 1K ആവുന്നത് ചിലപ്പം വളരെ പെട്ടെന്നായിരിക്കും. ഈ 1K നിന്ന് 5K ആവണം എന്നുണ്ടെങ്കിൽ യൂട്യൂബ് നോക്കും എത്ര പേര് ഇത് ഫുള്ള് വാച്ച് ചെയ്യുന്നതെന്ന്. ഈ 5K നിന്ന് ഒരു 15K ആവണം എന്നുണ്ടെങ്കിൽ എത്ര പേര് ഇത് ലൈക്ക് ചെയ്തിട്ടുണ്ട്, എത്ര ലൈക്സ് കയറുന്നുണ്ട് എന്നതിനനുസരിച്ചിട്ടാണ് യൂട്യൂബ് പോകുന്നത്. അപ്പം ഇത്തരം വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ ലൈക്സ് വരികയും അതിനനുസരിച്ച് വ്യൂസ് കാര്യങ്ങൾ കൂടുകയും ചെയ്യും. ഇത് എൻ്റെ ചാനലിട്ട് വർക്കായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. ഇങ്ങനെ കുറേ സ്ട്രാറ്റജീസ് ഞാൻ ഫോളോ ചെയ്തപ്പോഴാണ് എനിക്ക് റിസൾട്ട് കിട്ടിയത്. നിങ്ങൾ ഈ സ്ട്രാറ്റജീസ് ഒക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കും, നിങ്ങൾക്കും ഞെട്ടിക്കുന്ന റിസൾട്ട് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തേക്കണം.